കോഴിക്കോട് ബേപ്പൂരിൽ വയോധികയുടെ മുഖം തുണി കൊണ്ട് മൂടി സ്വർണ്ണാഭരണം കവർന്ന സംഭവത്തിൽ പ്രതികൾ പിടിയിൽ. അരക്കിണർ സ്വദേശി മുഹമ്മദ് ലബീബ്, പ്രായപൂർത്തിയാകാത്ത മറ്റ് 2 പ്രതികൾ എന്നിവരാണ് പിടിയിലായത്. ബേപ്പൂർ പോലീസും ക്രൈം സ്ക്വാഡും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് ബേപ്പൂർ മാന്തോട്ടം സ്വദേശി കുഞ്ഞിവിയുടെ വീട്ടിൽ കവർച്ച നടന്നത്. 2 പേർ വാതിൽ തള്ളി തുറന്ന് 73 വയസ്സുള്ള വലിയകാടുപറമ്പിൽ കുഞ്ഞിവിയെ മുഖം തുണി കൊണ്ട് മൂടി ആക്രമിക്കുകയായിരുന്നു. 1 പവൻ വരുന്ന വള കത്രിക ഉപയോഗിച്ച് കൈകളിൽ നിന്നും അറുത്തുമാറ്റുകയായിരുന്നു. മറ്റൊരു മുക്കുബണ്ട വള ഊരിയെടുക്കുകയും ചെയ്തു. മൊബൈൽ ഫോണും പ്രതികൾ കവർച്ച ചെയ്തു. വീട്ടിൽ ഉപയോഗിക്കുന്ന കത്രിക ഉപയോഗിച്ചാണ് വള അറുത്തുമാറ്റിയത്. കാലിലെ അസുഖം കാരണം നടക്കാൻ പ്രയാസമുള്ളതിനാൽ കുഞ്ഞിവി മുറിയിൽ നിന്നും പുറത്തിറങ്ങാറില്ല. ഇവർക്ക് കാഴ്ചയും കേൾവിശക്തിയും നന്നേ കുറവാണ്. മൊബൈലിൽ കോള് വന്നാൽ മറുപടി പറയാൻ മാത്രമേ അറിയുകയുള്ളൂ. 2 മക്കളുടെ മരണത്തിന് ശേഷം മറ്റു മക്കളുടെ വീടുകളിലേക്ക് പോകാതെ ഒറ്റയ്ക്കാണ് കുഞ്ഞിവിയുടെ താമസം. ഭക്ഷണം നടക്കാവിലും മാന്തോട്ടത്തുമുള്ള മക്കൾ കൊണ്ടുവന്നു കൊടുക്കാറാണ് പതിവ്. രാത്രി 8 മണിയോടെ മകൾ ഭക്ഷണം കൊണ്ടുവന്നപ്പോഴാണ് സംഭവം പുറം ലോകം അറിയുന്നത്. വീടും വീട്ടുകാരെയും കൃത്യമായി അറിയുന്നവരാണ് മോഷണത്തിന് പിന്നിലെന്ന് പ്രാഥമികമായി തന്നെ പോലീസ് വിലയിരുത്തിയിരുന്നു. അങ്ങനെയാണ് കുഞ്ഞിവിയുടെ അനുജിത്തിയുടെ പേരമകൻ അരക്കിണർ സ്വദേശി മുഹമ്മദ് ലബീബിലേക്കും സുഹൃത്തുക്കളിലേക്കും അന്വേഷണം എത്തിയത്. മറ്റ് 2 പ്രതികൾ പ്രായപൂർത്തിയാവാത്തതിനാൽ ജുവനൈൽ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. പരിസരവാസികളും മുമ്പ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരും പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. സമീപത്തെ CCTV കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. ജനം, കോഴിക്കോട്.